ആലപ്പുഴ സ്വദേശിയായ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അഗതി മന്ദിരം നടത്തിപ്പുകാരനും സഹായികളും അറസ്റ്റിൽ. എറണാകുളം കൂന്നമാവ് ഇവാഞ്ചലോ ആശ്രമം നടത്തിപ്പുകാരനായ അമൽ, സഹായികളായ നിതിൻ, ആരോമൽ എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതക ശ്രമം, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. യുവാവിനെ കൂന്നമാവിലെ അഗതി മന്ദിരം അധികൃതർ റോഡിൽ ഉപേക്ഷിച്ചു മടങ്ങുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ലിഷോയ്, വിവരങ്ങൾ വേണ്ട ലിഷോയ്, ഇത് പതിവ് കാഴ്ചയാണോ? ഈ അഗതി മന്ദിരത്തിൽ നിന്ന് ആളുകളെ ഇങ്ങനെ മറ്റിടങ്ങളിലൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ളതാണോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടോ? ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ വ്യക്തിക്ക്, സുദർശനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അവശ്യ നിലയിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ കണ്ടത്. ഈ കൊടുങ്ങല്ലൂർ നഗരത്തിൽ വളരെയേറെ ദേഹത്ത് മുറിവേറ്റ രീതിക്കും അതുപോലെ തന്നെ മർദ്ദനമേറ്റ രീതിക്കുമാണ് കണ്ടത്. ഈ സംഭവം, ഇയാൾ ഒരു കൊലക്കേസ് പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഈ കൊലപാതകത്തിന്റെ അന്നത്തേതിന്റെ പക വീട്ടലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല സംഭവം എന്നുള്ള ഒരു കാര്യം വ്യക്തമായി. അതായത് ഇയാളെ, ഈ സുദർശനെ ഉപേക്ഷിച്ച് മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ അഗതി മന്ദിരത്തിലെ അന്തേവാസികളാണ് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. അതിനുശേഷം ഇയാൾ അവശ്യ നിലയിലായപ്പോൾ അവർ ചികിത്സ നൽകാതെ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരായ എറണാകുളം കൂനമാവ് ഇവാഞ്ചലോ ആശ്രമത്തിന്റെ നടത്തിപ്പുകാരായ അമൽ, സഹായികളായ നിതിൻ, ആരോമൽ എന്നിവർ ചേർന്ന് വാഹനത്തിൽ നേരെ ഈ കൊടുങ്ങല്ലൂർ നഗരത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇയാൾക്ക് ജനനേന്ദ്രിയത്തിന് ഉൾപ്പെടെ ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു, മുറിവേറ്റിരുന്നു. ഇതേ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെ ജനനേന്ദ്രിയം മുറിച്ചു നീക്കുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പക്ഷേ പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കൊടുങ്ങല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്.